ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 2025 എന്ന ഈ വർഷത്തിന്റെ ആദ്യ പകുതി അവസാനിക്കാനായിട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കി നിൽക്കവേ ഈ വർഷം നിലവിൽ ഡൗണിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഡൗണിൽ നിൽക്കുന്ന താരം ആര് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, അത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് എന്ന്. തുടർച്ചയായ 2 സിനിമകൾ വൻ പരാജയമായി മാറുക, അതോടൊപ്പം തന്നെ സിനിമകളുടെ OTT സാറ്റലൈറ്റ് വിൽപ്പന നടക്കാതിരിക്കുക, അതോടൊപ്പം തന്നെ ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ ഏറെ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലെ ട്രോളുകളിലൂടെ എല്ലാം തന്നെ ഏറ്റുവാങ്ങുക, അതെല്ലാം തന്നെ കാണുമ്പോൾ ആകെ മൊത്തത്തിൽ ഡൗണിൽ നിൽക്കുന്ന താരം അത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് എന്ന് നിസ്സംശയം പറയാം. മുൻപെല്ലാം തന്നെ ഇത്ര വലിയ ശക്തമായ വിമർശനങ്ങൾ വരുമ്പോൾ ഒരു ഫോട്ടോയുമായിട്ട് വൈറൽ ഫോട്ടോയുമായിട്ട് മെഗാസ്റ്റാർ എത്താറുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യമല്ലല്ലോ എന്ന് പ്രത്യേകം അറിവുള്ളതാണല്ലോ. എന്തായാലും ബസൂക്ക ഡൊമിനിക് OTT റിലീസ് എപ്പോൾ എന്ന് ഒരുപാട് പ്രേക്ഷകർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണല്ലോ. എന്തായാലും ഈ സിനിമകൾ OTT വിറ്റുപോകാത്തതിൻ്റെ പേരിൽ വലിയ രീതിയിൽ ട്രോളുകളെല്ലാം തന്നെ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമല്ലോ. ആ ട്രോളുകളെല്ലാം തന്നെ ഇപ്പോഴത്തെ സിനിമയ്ക്കുള്ളിലുള്ളവർ, അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിക്കുള്ളിലുള്ളവർ, സിനിമയുടെ അണിയറ പ്രവർത്തകർ വരെ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ന് ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ, അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസർ കൂടിയായ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ NM ബാദുഷ ഈ കാണുന്നൊരു പോസ്റ്റുമായിട്ട് എത്തിയിരിക്കുകയാണ്. അതിൽ പറയുന്നത് പ്രകാരം നോക്കുകയാണെങ്കിൽ ബസൂക്ക എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ C5 സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം ഡൊമിനിക്കിൻ്റെ OTT ഡീൽ ഉടനെ തന്നെ ക്ലോസ് ചെയ്യുമെന്നൊരു സൂചന കൂടിയാണ് പോസ്റ്റിൽ നൽകുന്നത്. അപ്പോൾ ഡൊമിനിക്കിൻ്റെ OTT അവകാശങ്ങൾ ഇനിയും പൂർണ്ണമായിട്ടും വിറ്റഴിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ ബസൂക്ക 1-2 ദിവസം മുന്നേ പ്രേക്ഷകർ അറിയിച്ചതുപോലെ C5 സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ബസൂക്കയുടെ OTT റിലീസ് ഡൊമിനിക്കിന് മുന്നേ ഉണ്ടാകുമെന്ന് ഇതിൽ നിന്ന് വ്യക്തം. അപ്പോൾ മമ്മൂട്ടി സിനിമകളുടെ OTT റിലീസ് വൈകുന്നതിൻ്റെ പേരിലുള്ള ട്രോളുകൾക്ക് പ്രതിരോധം തീർക്കാനായിട്ട് ഇൻഡസ്ട്രിക്കുള്ളിലുള്ളവർ തന്നെ രംഗത്തുണ്ട് എന്നാണ് ഇന്ന് വന്ന ആ കാണുന്ന പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാത്തിരിക്കാം ബസൂക്കയുടെ OTT റിലീസ് പ്രഖ്യാപനത്തിനായിട്ട്, അതോടൊപ്പം തന്നെ ഡൊമിനിക്കിൻ്റെ പിന്നീടുള്ള OTT റിലീസിനായിട്ട്.